തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കാരണങ്ങൾ കൂടിക്കൊണ്ടാണ് അത് മാത്രം കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാതിരിക്കാനുള്ള അവസാനത്തെ ശ്രമം എന്ന നിലയിൽ നാളെ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നത്. കുറ്റപത്രം നാളെ കൊടുക്കാതിരുന്നാൽ ആകെ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം മാത്രമാണ് ഇഡിക്ക് ഈ ജാമ്യത്തെ എതിർക്കാനുള്ള ഏക നിയമവഴി. ആ കുറ്റപത്രത്തിന് മുൻപ് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലേക്ക് നമ്മൾ പോയാൽ ആ സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയേ അല്ല എന്നുള്ളതാണ്. അതേ കാര്യങ്ങൾ ആ സത്യവാങ്മൂലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണ്? സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയാൽ അതൊരു റോങ് പ്രൊസീഡൻസ് സൃഷ്ടിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു സാധാരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റരിം ബെയിൽ നൽകിയ ഒരു ചരിത്രമില്ല. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന് ജോലി പോലെയാണെങ്കിൽ നാളെ ട്രേഡേഴ്സിനും കർഷകരുമൊക്കെ അവരവരുടെ ജോലി മേഖലയിൽ തങ്ങൾ ജാമ്യം കിട്ടേണ്ടതുണ്ട് എന്ന ഒരു വാദവുമായി വരും. അങ്ങനെ വന്നാൽ നിലവിൽ ഒരാൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഇത് കോടതി നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിലേതെങ്കിലും തരത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഒരു പൊളിറ്റീഷ്യനാണ് എന്ന നിലയിലല്ല ഞങ്ങൾ ഇത് നൽകുന്നത്, പക്ഷേ ആ സാഹചര്യമാണ് ഞങ്ങൾ കണക്കിലെടുത്തിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ അസാധാരണമായൊരു സാഹചര്യമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയക്കാരനോ ബിസിനസ്സുകാരനോ എന്നത് നോക്കിയല്ല ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം എന്ന് പറയുന്നത് 2 വർഷം പഴക്കമുള്ളൊരു കേസിൽ, അന്വേഷണം വൈകിപ്പിച്ചൊരു കേസിൽ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിനെ നിങ്ങൾ ജയിലിലടയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രചരണത്തിനുള്ള അവകാശം നിഷേധിക്കുന്നു, ആ പാർട്ടിക്ക് നിഷേധിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്നു. ഇതിന് മറുപടിയായി ഇ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന വാദം ഇതാണ്. ഇ പറയുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രചരണം നടത്തുക എന്നുള്ളതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നാണ് ഇന്നത്തെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഒരു കുറ്റവാളിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതൊരു പൊളിറ്റിക്കൽ റൈറ്റ് മാത്രമാണ്, അതൊരു ലീഗൽ റൈറ്റ് പോലുമല്ല എന്നതാണ് ഇന്നിപ്പോൾ ഇ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതും സുപ്രീം കോടതി ഇന്നലെ തന്നെ നിഷേധിച്ചതാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇടക്കാല ജാമ്യം എന്നുള്ളത് ഞങ്ങൾ പരിഗണിക്കുകയില്ലായിരുന്നു എന്നാണ് ദീപാങ്കർ ദത്തയും ഒപ്പം സഞ്ജയ് ഖന്നയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്ന് വച്ചാൽ ഇന്ന് ഇ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലം അതീവ ദുർബലമാണെന്ന് ഇഡിക്കും അറിയാം. ആ സത്യവാങ്മൂലം കൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏകദേശം തയ്യാറെടുത്തിരിക്കുന്ന ഉറച്ചിരിക്കുന്ന ഇന്റരിം ബെയിലിനെ, ഇടക്കാല ജാമ്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താണ് മാർഗം? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കുറ്റപത്രം കൊടുക്കുക. കുറ്റപത്രം കൊടുത്താൽ ഇടക്കാല ജാമ്യം കൊടുക്കാൻ കഴിയുമോ? സുപ്രീം കോടതിക്ക് സാധിക്കും. കാരണം സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്ന് പറഞ്ഞ ലോ ഓഫ് ദ ലാൻഡ് ആണ്. അസാധാരണമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് പ്രസിഡൻസ് സെറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നീതി കൂടി കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതിക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. ആ ഡ്യൂ പ്രോസസ്സിന് ഒരു പരിധിവരെ കോടതിക്ക് അവകാശമുണ്ട്, നാച്ചുറൽ ജസ്റ്റിസിനെ മുൻനിർത്തിക്കൊണ്ട്. അപ്പോൾ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ളത്, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ PMLA ആക്ടിലെ 45-ാമത്തെ സെക്ഷൻ പ്രകാരം ട്വിൻ ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട് കുറ്റാരോപിതനായ വ്യക്തിക്ക് ജാമ്യം കിട്ടാൻ. എന്താണ് ട്വിൻ ടെസ്റ്റ്? ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അയാൾ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കണം. ഹീ ഷുഡ് നോട്ട് ബി ഫൗണ്ട് ഗിൽറ്റി ഓഫ് കമ്മിറ്റിംഗ് ആൻ ഒഫൻസ്. ഒരു കുറ്റം ചെയ്തു എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരു രേഖയും ഉണ്ടാവാൻ പാടില്ല. ആരോപണങ്ങളും മൊഴികളും ഉണ്ടാവാം, പക്ഷേ അത് ഇന്റരിം ബെയിലിന് തടസ്സമല്ല. രണ്ടാമത്തത്, ട്വിൻ ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇയാൾ പുറത്തേക്ക് പോയാൽ, ജാമ്യത്തിൽ പോയാൽ ഭാവിയിൽ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ല. അദ്ദേഹം ഈ കുറ്റകൃത്യം ചെയ്യാൻ സാധ്യതയില്ല, കുറ്റകൃത്യം ചെയ്തിട്ടില്ല. ഈ 2 ട്വിൻ ടെസ്റ്റുകളും ഇതിനോടൊപ്പം തന്നെ ട്രിപ്പിൾ ടെസ്റ്റും പാസ്സാവണം. ട്രിപ്പിൾ ടെസ്റ്റിൻ്റെ കാര്യത്തിലാണ് നമ്മൾ സാധാരണ കവിതയുടെ കാര്യത്തിൽ ആർഗ്യുമെൻ്റ് നമ്മൾ കേട്ടു, സിസോദിയുടെ കാര്യത്തിൽ ആർഗ്യുമെൻ്റ് കേട്ടു. അതിലൊന്ന് രാജ്യം വിട്ടു പോകാൻ പാടില്ല, മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ ഡോക്യുമെൻറ്റ്സിനെ ടാമ്പർ ചെയ്യാൻ പാടില്ല, 3 സ്വാധീനിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ ട്രിപ്പിൾ ടെസ്റ്റ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ചുമതല ഇടക്കാല ജാമ്യം കിട്ടിയാൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അരവിന്ദ് കെജ്രിവാളിനോട്, അഭിഷേക് മനു സിംഗ്വിയോട് കോടതി പറഞ്ഞപ്പോൾ ട്രിപ്പിൾ ടെസ്റ്റ് ഏകദേശം പാസ്സായി കഴിഞ്ഞു. പിന്നെ ഇനിയുള്ളത് ട്വിൻ ടെസ്റ്റാണ്. ആ ട്വിൻ ടെസ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. കുറ്റം ചെയ്തിട്ടുണ്ടോ? നിലവിൽ ചില മൊഴികൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ളത്. പ്രൊസീഡ്സ് ഓഫ് ക്രൈം വളരെ നിർണായകമാണ്, ഇതിൽ കണ്ടെത്തിയിട്ടില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയിട്ടില്ല. ശരത്ചന്ദ്ര പ്രസാദ് റെഡ്ഡിയുടെ മൊഴിയല്ലാതെ മറ്റേതെങ്കിലും മൊഴികൾ സാധൂകരിക്കത്തക്കതായി ഉണ്ടോ? അത് ക്രോസ് വെരിഫൈ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ?
ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കുറ്റപത്രം കൊടുത്താലുള്ളൊരു ആനുകൂല്യം, സാധാരണ PMLA ആക്ട് സമയപരിധി എന്ന് പറയുന്നത് 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കണം. മാർച്ച് 15-ാം തീയതിയാണ് കവിതയെ അറസ്റ്റ് ചെയ്യുന്നത്. മാർച്ച് 21-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മെയ് 15-ാം തീയതി ആകുമ്പോഴേക്കും 60 ദിവസം കഴിയും. പക്ഷേ PMLA ആക്ട് പ്രകാരം സ്വാഭാവിക ജാമ്യം 60 ദിവസം കഴിഞ്ഞാലും കിട്ടില്ല. പക്ഷേ ഒരു ഇന്റരിം ബെയിലിന് സുപ്രീം കോടതി തുനിഞ്ഞിറങ്ങിയാൽ ഈ ടിൻ ടെസ്റ്റ് പാസ്സാകണം എന്നുള്ള ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ കുറ്റം ചുമത്തിക്കൊണ്ടാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. കവിതയെയും സിസോദിയെയും കുറ്റക്കാരനാക്കുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ ഗിൽട്ടി ഓഫ് ഒഫൻസ് എന്ന രീതിയിൽ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനുശേഷം അതിനു പുറത്ത് ജഡ്ജിക്കൊരു തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അത് സുപ്രീം കോടതി ജഡ്ജിക്ക് സ്വന്തം റിസ്കിൽ പ്രകാരം മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെയാണ് ഒരു ചലഞ്ച് നാളെ നടക്കാൻ പോകുന്നത്. നാളത്തെ പൊളിറ്റിക്കൽ സസ്പെൻസ് എന്ന് പറയുന്നത് ED സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിലെ ഈ എന്നുള്ള ആശയത്തെ അല്ലെങ്കിൽ ഒരു സങ്കല്പത്തെ എങ്ങനെയാണ് നാളെ സുപ്രീം കോടതി മറികടക്കാൻ പോകുന്നത്. സുപ്രീം കോടതിക്ക് ഒരാൾ PMLA ആക്ട് 45 സെക്ഷൻ പ്രകാരം ഗിൽട്ടിയാണെന്ന് കണ്ടെത്തിയാൽ ആ സെക്ഷൻ നിലവിലിരിക്കെ ജാമ്യം നൽകാൻ കഴിയില്ല. അപ്പോൾ നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. സുപ്രീം കോടതി ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷവും ഇന്റരിം ബെയിൽ നൽകിയാൽ അതിനുള്ള സാധ്യത വിരളമാണെങ്കിൽ കൂടി അതൊരു വലിയ നീക്കമായിട്ടാണ് ഞാൻ കണക്കാക്കുക. അത് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ, ഇന്നലെ നമ്മൾ കൺക്ലൂഡ് ചെയ്തതുപോലെ, നമ്മുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ശക്തമായ ഉദാഹരണമാക്കി നമുക്ക് കണക്കിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. തീർച്ചയായും സത്യവാങ്മൂലം കൊണ്ട് കുരുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവന്ന ED ഇതാ തൊട്ടു പിന്നാലെ ചാർജ് ഷീറ്റ് കൂടി ഫയൽ ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴും പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇല്ല, മറ്റു ഡോക്യുമെന്റ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഈ ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 100 കോടിയാണോ 550 കോടിയാണോ എന്ന കാര്യത്തിൽ പോലും നിശ്ചയമായിട്ടില്ല. ഈ ഘട്ടത്തിലാണ് കുറ്റപത്രം കൊടുക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇതൊരു പ്രോസസ് ഇറ്റ് സെൽഫ് ഈസ് എ പണിഷ്മെന്റ്. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്വേഷണം തന്നെ ശിക്ഷയായി മാറുന്നതാണ് PMLA ആക്ടിൻ്റെ കാര്യത്തിൽ കാണുന്നത്, EDയുടെ കാര്യത്തിൽ കാണുന്നത്. വളരെ നാമമാത്രമായ ആളുകളെ മാത്രം ശിക്ഷിച്ചിരിക്കുന്ന ഒരു കേസായിട്ട് ദില്ലി മദ്യത അഴിമതി കേസ് ഭാവിയിൽ മാറും. പക്ഷേ കുറ്റപത്രം കൊടുക്കുന്നത് വഴി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇടക്കാല ജാമ്യത്തെ തടയാൻ EDക്ക് ഒരു പരിധിവരെ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കുന്നുണ്ട് സുപ്രീം കോടതിയെങ്കിൽ അതൊരു പുതിയ ചരിത്രം സൃഷ്ടിക്കലാകുമെന്നാണ് എൻ്റെ ടേക്ക്. അപ്പോൾ തീർച്ചയായും കുരുക്കാൻ തന്നെയാണ് കുറ്റപത്രം. Meet the editors.